കാൽപ്പാടുകൾക്ക് പിന്നാലെ പാഞ്ഞ ആയിരക്കണക്കിന് അനുയായികളും നാട്ടുകാരും പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. VS മരണമില്ല, അങ്ങ് ഉയർത്തിയ മുദ്രാവാക്യങ്ങളിലൂടെ അത് ഞങ്ങളിലൂടെ ജീവിക്കുക തന്നെ ചെയ്യും VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരും അനുയായികളും ആരാധകരും ഇപ്പോഴും ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ ഉന്മേഷ്, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ നിത്യനിദ്രയിലേക്ക് പോകാനുള്ള ചടങ്ങിന് ആരംഭം കുറിക്കാൻ സമയമാകുന്നു. 8 മണിക്ക് ഈ ദർശനം അവസാനിപ്പിക്കണം, ഈ പൊതുദർശനം റിക്രിയേഷനിലുള്ള അവസാനിപ്പിക്കണമെന്ന കണക്കൂട്ടലുകൾ പിഴയ്ക്കുമെന്ന ധാരണയാണ് മറ്റുള്ളവർക്ക്. പാർട്ടി നേതൃത്വം അങ്ങനെ കരുതിയാലും ഈ ഗ്രൗണ്ടിന് പുറത്ത് ഈ മഴയൊക്കെ അവഗണിച്ച് നിൽക്കുന്ന ആയിരങ്ങൾ അതിനെ അനുവദിച്ചു എന്ന് വരില്ല. കാരണം വളരെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ ആലപ്പുഴയിലേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ കടലിരമ്പം പോലെ ഒഴുകി വന്ന ഈ ആളുകൾ അങ്ങനെ മടങ്ങിപ്പോകും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. തീർച്ചയായും SKN, പുറത്ത് ജനസാഗരമാണ്. ഒരുപാട് ആളുകൾ ഇതിനോടകം VS അന്തിമോപചാരം അർപ്പിച്ച് അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിലേറെ ആളുകൾ പുറത്തുണ്ട്. നേരത്തെ S വിജയകുമാറും ആഷ്മിയും ദിലീപ് കുമാറും ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതാണ്. പുറത്ത് കാത്തു നിൽക്കുന്നത് എത്രയോ ആയിരങ്ങളാണ്. അവർ ഒരുപാട് ദൂരം സഞ്ചരിച്ച് അവിടെ എത്തിയതാണ്. അവർക്ക് VS കാണാതെ അവിടെ നിന്ന് മടങ്ങാൻ കഴിയില്ല. നമ്മൾ പലരുടെയും പ്രതികരണങ്ങൾ കേട്ടതാണ്. VS ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് തങ്ങൾ എത്തിയത്. തങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയ നേതാവാണ് VS എന്നവർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അവർക്ക് VS കാണാതെ മടങ്ങാൻ കഴിയുകയില്ല. അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഈ പൊതുദർശനം അവസാനിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. അത് CPIM ആണ് ഔദ്യോഗികമായി തീരുമാനിക്കേണ്ടത്. ഏത് തരത്തിൽ അവർ തീരുമാനമെടുത്തു എന്നുള്ളത് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു വിവരം പുറത്തേക്ക് വരുന്നതുമില്ല. ഇപ്പോഴും ആൾക്കൂട്ടം അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് VS ഒരു നോക്കി കാണുന്നതിന് വേണ്ടി മഴ നനഞ്ഞ ആളുകൾ അവിടേക്ക് വരുന്നുണ്ട്. ചെങ്കൊടി ഏന്തി യുവാക്കൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. റെഡ് വോളണ്ടിയേഴ്സ് അവരെ വളരെ വേഗം കടത്തിവിടാൻ നോക്കുന്നുണ്ട്. 4ഓ 5ഓ നിരയായി അവരിപ്പോൾ അവിടേക്ക് എത്തുന്നുണ്ട് VS കാണുന്നതിന് വേണ്ടി. പക്ഷേ ആൾക്കൂട്ടം അതിന് ഒരവസാനവുമില്ല. അതിങ്ങനെ നീണ്ടു പരന്ന് കിലോമീറ്ററുകളോളം കിടക്കുന്നത് നേരത്തെ നമ്മൾ ആകാശ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കണ്ടതാണ്. ഇപ്പോഴും VS ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു തരത്തിൽ VS അവരുടെയൊക്കെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, സ്വാധീന ശക്തിയായിട്ടുണ്ട്. VS നടത്തിയ പോരാട്ടങ്ങൾ, VS ഏറ്റെടുത്ത സമരങ്ങൾ, അതൊക്കെ അവർക്ക് പ്രചോദനമാണെന്ന് അവർ പറയുന്നുണ്ട്. നാം നോക്കൂ, VS മകൻ V അരുൺകുമാറിനെ നമുക്കിപ്പോൾ ഒരു ഭാഗത്ത് കാണാം. VS ആശുപത്രിയിലായിരുന്ന ആ ഘട്ടത്തിലൊക്കെ V അരുൺകുമാർ ആ മുഴുവൻ സമയവും ഒപ്പം ഉണ്ടായിരുന്നു. ഈ മെഡിക്കൽ ബുള്ളറ്റിൻ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ചൊക്കെ മാധ്യമങ്ങൾക്കും പുറം ലോകത്തേക്കും ഒക്കെ വിവരങ്ങൾ അന്ന് V അരുൺകുമാർ നൽകുന്നുണ്ടായിരുന്നു. എല്ലാ കാലവും VS ഉറച്ചു നിന്ന V അരുൺകുമാറിനെ കാണാം. VS കുടുംബം ഇപ്പോൾ അവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ അവരിങ്ങനെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ഇപ്പോഴും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുദ്രാവാക്യം വിളിക്കുകയാണ്. VS വേണ്ടി അവർ ആർത്തലയ്ക്കുന്നുണ്ട്. അവരുടെയും ഹൃദയത്തിലാണ് അവർ VS പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു സ്നേഹവായ്പ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടേയില്ല. വികാരനിർഭരമായ ഒരു യാത്രയയപ്പ് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. SKN ഈ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നേതാക്കൾ അവർക്ക് ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് യാത്രയയപ്പ് നൽകേണ്ടത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഇങ്ങനെ VS കാണുവാൻ വേണ്ടി ഒഴുകി എത്തുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് VS എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച ഈ സംശുദ്ധമായ രാഷ്ട്രീയമാണ്. നിസ്വവർഗത്തിനായിട്ടുള്ള VS പോരാട്ടങ്ങളാണ്. അടിസ്ഥാന വർഗത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ്. തൊഴിലാളികൾ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്ന ഈ അവകാശങ്ങൾ എന്ന് പറയുന്നത് VS ഒക്കെ നടത്തിയ പോരാട്ടത്തിൻ്റെ ബാക്കിയാണ്, അതിൻ്റെ തുടർച്ചയാണ്, അതാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്ത്രീ സുരക്ഷയെ മുൻനിർത്തി അങ്ങനെ അതിനുവേണ്ടി VS നടത്തിയ പോരാട്ടങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. VS കണ്ട് ചെങ്കുടിയേന്തിയവരാണ് എന്ന് അവിടെ ഒരുപാട് ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടതാണ്. കുഞ്ഞു കുട്ടികൾ പോലും ഇങ്ങനെ VS കുറിച്ച് പറയുന്നത്, VS മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഉന്മേഷ് ശിവരാമനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഇന്ന് ആലപ്പുഴ ഉറങ്ങില്ല എന്നത് ഉറപ്പാണ്. ഒരാളിൻ്റെ വിപ്ലവകാരിയായി തങ്ങളിലേക്ക് വിപ്ലവജ്വാല പകർന്നു തന്ന ഒരു വിപ്ലവകാരിയുടെ ചിത എരിഞ്ഞടങ്ങും. ഇന്ന് വലിയ
ഈ ഒരുപക്ഷെ നമുക്കറിയുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയ ഒരാൾ തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. ഈ തടിച്ചുകൂടിയ ലക്ഷങ്ങൾ അക്കാര്യമാണ് നമ്മോട് പറയുന്നത്. നമുക്ക് ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നു വലിയ ചുടുകാട്ടിൽ നിന്ന്. ഹാഷ്മി, എനിക്ക് തോന്നുന്നു ഏകദേശം എപ്പോഴായിരിക്കും ഈ സംസ്കാര കർമ്മങ്ങൾ ആരംഭിക്കുക എന്നതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചോ? SKN ഒരുപാട് വൈകില്ല എന്ന് തന്നെയാണ് കിട്ടുന്ന വിവരം. കാരണം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വലിയ ചുടുകാടിലേക്ക് എത്തുന്നുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അല്പസമയം മുൻപെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടുന്ന് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അത് ഇങ്ങോട്ടേക്കുള്ള യാത്ര തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നതിനർത്ഥം പൊതുദർശനം ഇനിയും ഒരുപാട് മണിക്കൂറുകൾ, അത് പെട്ടെന്ന് തീരുമെന്ന അർത്ഥം അതിനില്ല. SKN ഒരുപാട് മണിക്കൂറുകൾ നീളില്ല എന്ന് തന്നെയാണ്. പൊതുദർശനത്തിന്റെ നമ്മൾ ആദ്യ മണിക്കൂറുകൾ കണ്ട വലിയ ജനബാഹുല്യം, ഒരു മനുഷ്യ മഹാസമുദ്രം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ ജനബാഹുല്യത്തിന് കുറച്ചൊരു കുറവുണ്ട്. വളരെ വേഗതയിൽ അവിടുത്തെ റെഡ് വോളണ്ടിയർമാരും പോലീസും വളരെ വേഗത്തിൽ ഓരോരുത്തരെ ഒരു നോക്കുകൾ കണ്ടേതോ അത് കേവലം സെക്കൻഡുകൾ മാത്രമായിരിക്കും, പക്ഷെ ഒരു നോക്കുകളും കണ്ട് അവരെ പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് പൊതുദർശനം പൂർത്തിയാക്കി വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാകും ആ പാർട്ടിയുടെ പദ്ധതി. അതുകൊണ്ടാവണം ഒരുപക്ഷെ മന്ത്രിമാരെ VN വാസ്, സജി ചെറിയാനൊക്കെ ഇവിടെ ഉണ്ട്. സജി ചെറിയാൻ നിരന്തരം നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അവിടെ ഇതിനുള്ളിലേക്ക് പാർട്ടിയുടെ നേതാക്കൾക്കും സമുന്നതരായ നേതാക്കൾക്കും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. ഉദ്യോഗസ്ഥർക്ക് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ വന്നിട്ടുണ്ട് സ്ക്രീനിന് അകത്തേക്ക്, അവർക്ക് മാത്രമാണ് പ്രവേശനം. സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് പുറത്താണ് നിൽക്കുക. അതുകൊണ്ട് അവർ കൃത്യമായ വഴികൾ ഒരുക്കി ചേർക്കണം എന്ന് പറയുന്നു. അപ്പോൾ അതിനിടയിൽ പോലീസ് നിയന്ത്രിക്കാൻ വന്നപ്പോൾ സജി ചെറിയാൻ പോലീസിനെ വിലക്കുന്നുണ്ടായിരുന്നു. നോ പോലീസ് മാറി നിൽക്കണം, എല്ലാവരും അവർ സ്വയം വോളണ്ടിയർമാരെ മാറാൻ അവർക്കറിയാം. VS-നോടുള്ള ആദരം പ്രകടമാക്കേണ്ടത് ഇവിടെ നേതൃത്വം നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് കൂടിയാകണം എന്നൊക്കെ മന്ത്രി സജി ചെറിയാൻ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിന് പ്രകാരം തന്നെ എല്ലാവരും ക്ഷമയോടുകൂടി തന്നെ ഇവിടെ കാത്തു നിൽക്കുന്നു. വലിയ ചുടുകാടിലേക്ക് അവരുടെ പ്രിയപ്പെട്ട ജനനായകൻ എപ്പോഴെത്തും എന്നുള്ളതാണ് അവരുടെയൊക്കെ കണ്ണിലെ ഒരു വേദന, സങ്കടമാണ് SKN. അത് ഇക്കുറി വലിയ ചുടുകാട്ടിലേക്ക് VS എത്തുന്നത് അവസാനമായി ഉറങ്ങാനാണ്. ആ ഉറക്കം P കൃഷ്ണപിള്ളയ്ക്ക് ശേഷം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കെങ്കിലും കാണാം. ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും VS-നെ ഏതെങ്കിലുമൊക്കെ പൊതുദർശന വേദിയിൽ വെച്ച് കണ്ടവരാണ്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയോ AKG സെന്ററിലൊക്കെ കണ്ടവരാണ്. പക്ഷേ അവസാന നിമിഷം ചിതയിലേക്ക് എടുക്കും മുൻപ് ഒരു നോക്ക് കൂടി കാണുക എന്ന് പറയുന്നത് ഇവർക്ക് അത്രമേൽ പ്രധാനമാണ്, അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ തടിച്ചുകൂടി നിൽക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഏതാനും മണിക്കൂർ നമ്മളിവിടെ 4 മണിക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട്. 5-5 മഴ തുടങ്ങിയപ്പോഴും കൊരിത്തൊഴിയുന്ന മഴയത്തും അങ്ങനെ നിൽക്കുകയാണ്. മഴ മൊത്തം നനഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് VS എന്ന 2 അക്ഷരം സമരകേരളത്തിന്റെ വിലാസം യാത്രയാകാൻ പോകുന്നു. SKN ഒരു പഴയ വിപ്ലവ പാട്ടുണ്ട്, അത് ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടു. ഒരു ദശകം ഇവിടെ ഇത് വിടചൊല്ലി പിരിയുന്നു, ഒരു പൂമരക്കാറ്റ് പെയ്ത പോലെ നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ എന്നതാണ് വലിയ ഗൃഹാതുരത്വം ഉണർത്തുന്ന ആ വിപ്ലവഗാനം. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ എന്താണ് ആ നിറയെ ചുവന്ന പൂക്കൾ, അക്ഷരാർത്ഥത്തിൽ എന്താണ് പാതയിലെ സമരങ്ങളുടെ മുദ്രകൾ എന്ന അക്ഷരാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. എന്തുകൊണ്ടാണ് ഒരു നേതാവിന് വേണ്ടി ഇത്രയധികം ജനം തെരുവിലേക്ക് ഒഴുകി ഇറങ്ങിയത്? രാക്കാലങ്ങൾ നോക്കാതെ, മഴക്കാലങ്ങൾ നോക്കാതെ എന്തുകൊണ്ടാണ് ആ നേതാവിന് ഒരു നോക്ക് കാണാൻ കാത്തു നിന്നത് എന്നതിന്റെ മറുപടി VS-ന്റെ ഒരു പതിറ്റാണ്ട് നീണ്ട ജീവിതമാണ് അതിനുള്ള സാക്ഷ്യം. ഒരു പതിറ്റാണ്ട് നീണ്ട ജീവിതം അങ്ങേയറ്റം സാർത്ഥകമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ. SKN ഇങ്ങോട്ടേക്ക് ഈ പെരുമഴയത്തെ അവഗണിച്ചുകൊണ്ട് മണിക്കൂറുകളായി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന ഇവരാണ് VS-ന്റെ ജീവിതത്തിന്റെ ആകെ മുതൽക്കൂട്ട്. ഈ മനുഷ്യരാണ് VS-ന്റെ ജീവിതത്തിന്റെ ആകെ മുതൽക്കൂട്ട്. അവർ VS-ന് അതിനുള്ള ആദരം അർപ്പിക്കുന്നു, അതിനുള്ള നന്ദി അർപ്പിക്കുന്നു. അവരുടെ ജീവിതം ക്വാളിറ്റിയുള്ള ജീവിതമാക്കിയതിന് ഇവിടെ വരുന്ന മുദ്രാവാക്യങ്ങൾ പാളയക്കഞ്ഞ് കുടിപ്പിച്ചില്ല, തമ്പ്രാനൊന്ന് വിളിപ്പിച്ചില്ല എന്ന മുദ്രാവാക്യങ്ങൾ പ്രത്യേകിച്ച് മാരാരിക്കുളത്ത്, പ്രത്യേകിച്ച് ഈ പുന്നപ്പുറയിൽ മുഴങ്ങി കേൾക്കാം. കർഷക തൊഴിലാളികളുടെ പിന്വരയുടെ മുദ്രാവാക്യമാണത്. പാളയിൽ കഞ്ഞ് കുളിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ തമ്പ്രാനെന്ന് വിളിപ്പിച്ചിരുന്ന കൊടിയ ക്രൂരന്മാരായ ജന്മികളുടെ കോട്ടകൊത്തളങ്ങളിൽ ഇടിമുഴക്കമുണ്ടാക്കിയ VS-ന്റെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം കൂടി പറയണം എന്നോട് ചേട്ടൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളടക്കമുള്ളവരുടെ എല്ലാവിധ യാതനകളും വേദനകളിലേക്കും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പോയി. അവരുടെ ജീവിതത്തെ ക്വാളിറ്റിയുള്ള ജീവിതമാക്കി മാറ്റി ആ VS-നോടുള്ള ആദര സൂചകമായി ഇവിടെ നിറയുകയാണ്. SKN ബൈബിളിൽ പറയുന്നുണ്ട്, നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് കൃത്യം ബൈബിളിൽ പറയുന്നത് പോലെ പോരാട്ടമായിരുന്നു ആ VS-ന്റെ ജീവിതകാലം അത്രയും. ജനിച്ച 4-ാം വയസ്സ് മുതൽ പക്ഷേ അമ്മയെ നഷ്ടപ്പെട്ടപ്പോൾ തുടങ്ങിയ പോരാട്ടമാണ് ആ പോരാട്ടത്തിന്റെ വഴികളിൽ കേരളം പലത് കണ്ടു. പല ചരിത്രങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചു. പല നിയമങ്ങൾ കേരളത്തെ കാക്കാനുള്ള, കേരളത്തിന്റെ മണ്ണ് കാക്കാനുള്ള പല നിയമങ്ങൾ, അങ്ങനെ പല നിയമങ്ങൾ കൂടി വന്ന് ഇങ്ങനെ പൂർത്തിയാക്കിയ ആ ജീവിതം അതങ്ങേയറ്റം സാർത്ഥകമാണ്.